നമസ്കാരം. എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നതിന് കേരളത്തിൽ ഉദാഹരണങ്ങൾ നിരവധിയാണ്. എം.വി. രാഘവൻ മുതൽ പി.വി. അൻവർ വരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അൻവറിന് ക്രെഡിറ്റ് ആവും. പക്ഷേ എം വി ആർ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വാലിൽ കെട്ടിട്ടടിക്കാൻ പോലും അകലത്തിൽ അൻവർ എത്തിയിട്ടില്ല. പക്ഷേ കാലം രാഷ്ട്രീയ കേരളത്തിൽ ചിലതൊക്കെ ഓർമ്മിപ്പിക്കും. CPM-ൻ്റെ മുത്തായിരുന്ന പി.വി. അൻവർ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴാണ് നികൃഷ്ടജീവിയായി മാറിയത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും ഓഫീസിനുമെതിരെ അൻവർ നടത്തിയ കടുത്ത ആരോപണങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ CPM-ലെ തന്നെ ഒരു പ്രബല വിഭാഗമാണെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അൻവർ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്നത്. അവർ ആരൊക്കെയെന്ന് അൻവറിന് വ്യക്തമായി അറിയാം. പക്ഷേ എന്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന അൻവർ ആ പേരുകൾ പറയില്ല. പക്ഷേ അൻവർ തുടക്കത്തിലെ പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ തന്നെ അൻവർ പിടിച്ചു തൂങ്ങുകയാണ്. അൻവർ എന്തെങ്കിലും പറയുമ്പോൾ, ഇനി എന്തെങ്കിലും ഒരു സിനിമ എടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് സീനുകൾ തമ്മിൽ ബന്ധമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത്. കാരണം അൻവർ CPM-ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞത് തന്നെ പി ശശിക്കും ADGP MR അനിൽകുമാറിനും മുഖ്യമന്ത്രിക്കുമേലുള്ള അടുത്ത ബന്ധം കണ്ടിട്ടാണ്, അതിൽ അസൂയ പൂണ്ടിട്ടാണ്. അത് പൊളിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അൻവർ ഇറങ്ങിയത് കളത്തിലേക്ക്. അൻവറിനെ കൊണ്ട് CPM-നുള്ളിൽ അത് ചെയ്യിച്ചവർ പാർട്ടിക്കുള്ളിൽ വേറെ ഉണ്ടാകാം. എന്നാൽ പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ പറഞ്ഞതൊക്കെ ഇപ്പോൾ പി ശശി പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് അൻവർ വെളിപ്പെടുത്തുമ്പോൾ ഈ രണ്ട് സീനുകൾ തമ്മിൽ ഒട്ടും മാച്ചാകുന്നില്ല. പി ശശിയോട് തെറ്റിയ ശേഷമാണല്ലോ അൻവർ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെ പി ശശി അൻവറിനെ VD സതീശിനെ ആക്രമിക്കാൻ അച്ചാരം കൊടുത്തുവിടുമെന്നാണ് ചോദ്യം. അതാണ് പറഞ്ഞത്, ഈ രണ്ട് സീനുകൾ തമ്മിൽ ഒരിക്കലും മാച്ചാകുന്നില്ല. അൻവറിന് എവിടെയോ പിഴച്ചിട്ടുണ്ട്. ഇനി CPM-ലേക്ക് വരാം. പാർട്ടിക്കുള്ളിൽ പോലും ഒരു വിമർശനം പിണറായി വിജയനെതിരെ ഉയരാറില്ല. ഇപ്പോഴും അതുതന്നെ. കാരണം 2 ദിവസം മുമ്പ് കണ്ടതാണ്, ആലപ്പുഴയിൽ കടുത്ത വിഭാഗീയത നിലനിന്നിരുന്ന ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തിൽ സമാപന പ്രസംഗത്തിനും സമ്മേളനത്തിനുമൊക്കെ പതിവ് പോലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനല്ല പോയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവിടെ ഇരുന്ന് നടപടികൾ നിയന്ത്രിച്ചത്. അപ്പോൾ ഓർക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പവർ CPM-നുള്ളിൽ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അൻവർ CPM-ൽ നിന്നും പുറത്തുപോയ അൻവർ ഇതാ നേരെ UDF-ലേക്ക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് വഴി UDF-ലേക്ക് അഭയം തേടാനൊരുങ്ങുന്നത്. മുഖ്യമന്ത്രിയിലും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയുള്ളത് കൊണ്ടല്ല പിണറായി വിജയനെതിരായ ഈ ഭയം. CPM-ൽ പിണറായി ഇപ്പോഴും സർവശക്തനാണ്. അതുകൊണ്ടുള്ള ഭയമാണ് പലരുടെയും നിശബ്ദതയ്ക്ക് പിന്നിൽ. സ്വതന്ത്രനായതിനാൽ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ ഭീഷണിയില്ലാത്ത പി.വി. അൻവറിനെ കരുവാക്കിയതും അതുകൊണ്ടാണ് ചർച്ചയാണ് ഇപ്പോൾ ഉയരുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പി ശശിക്കും ADGP അജിത് കുമാറിനെതിരെ ഇത്തരമൊരു യുദ്ധപ്രഖ്യാപനം നടന്നതെങ്കിൽ അതിനുള്ള പരിഹാരം പാർട്ടി കണ്ടെത്തും. പിണറായിയെ പിതാവിനെ പോലെ കണ്ടിരുന്ന അൻവർ ചില CPM നേതാക്കൾ നൽകിയ ധൈര്യത്തിലാണ് വെല്ലുവിളിയുമായി രംഗത്തെത്തിയതെന്ന് അൻവർ തന്നെ പറയുന്നു. പേര് പറഞ്ഞില്ലെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞതോടെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ആ CPM നേതാക്കളെല്ലാം വഞ്ചിച്ചു, പാലം വലിച്ചു, പകുതി വഴിയിൽ കൊണ്ടു നിർത്തിയിട്ട് തിരികെ ചോടിപ്പോയി എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. ഇവരൊന്നും പലവട്ടം ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല. കാരണം പാർട്ടിക്കറിയാം ആരൊക്കെ വിളിക്കുമെന്നും വിളിക്കാതിരിക്കുമെന്നും. CPM-ൻ്റെ രീതി അറിയാതെ അൻവർ ചെന്ന് പെട്ടതാണെന്നും അഭിപ്രായമുണ്ട്. ഒന്നുമല്ല, അൻവറിന് ആ CPM-ൻ്റെ രീതിയെല്ലാം വ്യക്തമായി അറിയാമായിരുന്നു. അങ്ങനെയാണ് അൻവർ CPM-ൻ്റെ സ്വതന്ത്ര MLA ആയി ഇത്രയും കാലം നിലമ്പൂർ എന്ന മണ്ഡലം വാണരളിയത്. ഇതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ പെട്ടുപോവുകയും പിന്നീട് പാർട്ടിക്ക് പുറത്തുപോവുകയും ചെയ്ത ആളാണ്, ഓർമ്മയുണ്ടാകും, MV രാഘവൻ. MV രാഘവൻ്റെ അതേ അനുഭവമാണ് ഇപ്പോൾ പി.വി. അൻവറിനും. MV രാഘവൻ്റെ നേതൃത്വത്തിൽ CPM-ൽ അന്ന് ബദൽ രേഖ അവതരിപ്പിക്കുമ്പോൾ പിന്തുണച്ച് നിരവധി നേതാക്കളുണ്ടായിരുന്നു. EMS ഉണ്ടായിരുന്നു, നായനാർ ഉണ്ടായിരുന്നു, പലരും. 84 നവംബർ 20 മുതൽ 24 വരെ എറണാകുളത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് ബദൽ രേഖ തയ്യാറാക്കിയത്. MVR-നൊപ്പം EK നായനാർ, പുത്തലത്ത് നാരായണൻ, PV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയ നേതാക്കളും ശക്തമായി ഉണ്ടായിരുന്നു. പക്ഷേ ആ ബദൽ രേഖ അമ്പാടെ പാർട്ടിക്ക് ചോർന്നു കിട്ടി. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും കൂട്ടുപിടിക്കണമെന്ന ആശയമായിരുന്നു ആ ബദൽ രേഖയുടെ ഉള്ളടക്കം. പക്ഷേ ബദൽ രേഖ കത്തിച്ചാമ്പലായി അമർന്നപ്പോൾ MVR-നെ പിന്തുണച്ചവരെല്ലാം പിൻവലിഞ്ഞു. MVR ഒറ്റയ്ക്കായി പാർട്ടിക്ക് പുറത്തുമായി. അതിനുശേഷം നടന്നൊരു ക്രൂരമായ വേട്ടയാടലായിരുന്നു. കണ്ണൂരിലെ വീടിന് തീയിട്ടും പാപ്പിനിശ്ശേരിയിലെ പാമ്പോളത്തിൽ കേന്ദ്രത്തിന് വരെ തീയിട്ടും CPM-ൻ്റെ ആക്രമണം. പാർട്ടിയിലെ പഴയ ശിഷ്യന്മാർ MVR-നെതിരെ പന്തം കൊളുത്തി. നിയമസഭയ്ക്കുള്ളിൽ വരെ MVR-നെ അവർ ക്രൂരമായി മർദ്ദിച്ചു. ഇവിടെ പി.വി. അൻവർ ആയതിനാൽ, നിയമസഭയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി ഓടിയതിനാൽ കായികമായ ആക്രമണം അതിനുള്ളിൽ ഉണ്ടാകില്ല, പുറത്തുമുണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം. പക്ഷേ കാര്യങ്ങളുടെ പോക്കിങ്ങനെയാണെങ്കിൽ പി.വി. അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് ചെന്നാലും
അതുവഴി UDF-ൽ ചെന്നാലും ഒരു സമാധാനവും കിട്ടാൻ പോകുന്നില്ല. കാരണം UDF-ലേക്ക് കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ച PV അൻവർ മറ്റൊരു വെടിയാണ് പൊട്ടിച്ചത്. വലിയൊരു വെടിമരുന്നിനാണ് UDF-നുള്ളിലെ കോൺഗ്രസിനുള്ളിലെ വലിയൊരു വെടിമരുശാലയ്ക്കാണ് അൻവർ തീ കൊളുത്തിയത്. മറ്റൊന്നുമല്ല, ആരുടെ ഷൗക്കത്തിനെ നിലമ്പൂരിൽ പിന്തുണയ്ക്കില്ല, പകരം മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ പിന്തുണയ്ക്കുമെന്ന ഒരൊറ്റ ഡയലോഗ്. അതിൽ നിന്ന് വ്യക്തമാകുന്നു അൻവർ കോൺഗ്രസിലേക്ക് വന്നാലും UDF-ലേക്ക് വന്നാലും അൻവറിനെതിരെ ശത്രുപാളയം പ്രബലമാകുമെന്ന്. കാരണം അൻവർ ഇത്രയും കാലം CPM-നൊപ്പം നിന്ന് പ്രകോപിപ്പിച്ച കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ അൻവറിനെതിരെ തിരിയുമെന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ പ്രഖ്യാപനം കേട്ടപടി കേൾക്കാത്ത പാതി രമേശ് ചെന്നിത്തല എന്ന AICC പ്രവർത്തക സമിതി അംഗം വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത്. TV-യിലാണ് കണ്ടത് അൻവറിൻ്റെ രാജി, അല്ലാതെ അൻവറുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. അതിന് സമയമായിട്ടില്ല. ഇനി ചർച്ചകളുണ്ടെങ്കിൽ അത് നടക്കും. പക്ഷേ വരുന്ന നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആരാകണം UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നത് അൻവറല്ല തീരുമാനിക്കേണ്ടത്. അതിന് പാർട്ടിയിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം തീരുമാനിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ അൻവറിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. VD സതീശനല്ല, രമേശ് ചെന്നിത്തല. VD സതീശൻ എന്താ ചെയ്തത്? സതീശൻ പറഞ്ഞു അൻവർ ഇത്ര രൂക്ഷമായി നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ സതീശനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഒടുവിൽ അൻവറിൻ്റെ മാപ്പ് ആ രണ്ടക്ഷരം മാപ്പ് എന്നത് താൻ അംഗീകരിച്ചിരിക്കുന്നു. കാരണം CPM-നെതിരെയാണ് അൻവർ എന്നാണ് VD സതീശൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും അധിക്ഷേപിച്ച് നിന്ന ഒരാളുടെ മാപ്പ് ഇത്രയും ദാക്ഷിണ്യം കൂടാതെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന മുൻ ആഭ്യന്തരമന്ത്രിക്ക് അതിന് തള്ളിക്കളയാനുമാകുമെന്ന് ശക്തമായൊരു മുന്നറിയിപ്പാണ് ഇന്നലെ തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാക്കൾക്ക് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അൻവറിൻ്റെ സമയം തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കിടന്ന് തീരാൻ തന്നെയാകും വിധിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം അൻവറിന് ഇനി അങ്ങോട്ടുള്ള സമയം ഒട്ടും ശരിയല്ല എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.